പറയുന്നു. തുടർന്ന് ദൈവവചന ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ ആഗ്രഹിക്കുന്നു. ആക്ട്സ് ഓഫ് ദ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആക്ട്സ് ചാപ്റ്റർ 10 10-ാം അധ്യായം 9 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ മലയാളത്തിൽ വായിക്കുമ്പോൾ, ഇംഗ്ലീഷ് അറിയാവുന്നവർ, മലയാളം അറിയാത്തവർ ദയവായി സ്ക്രീനിൽ നോക്കി, അത്രയും സമയം നമുക്ക് ഇംഗ്ലീഷിലൂടെ വായിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ക്രമീകരിക്കുന്നു. മലയാളത്തിൽ ആരെങ്കിലും ഒരാൾ വായിക്കുമോ? മൈക്ക് ഒന്ന് പാസ് ചെയ്യുമോ? മലയാളത്തിൽ ആരെങ്കിലും ഒരാൾ വായിക്കുമോ? വായിച്ചു തുടങ്ങിയ ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സസ് 9 to 23. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തൂപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസേ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ഷീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിന്നു. പത്രോസ് എന്ന മറുപേരുള്ള ഷീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക. ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്ന്, നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ. നിങ്ങൾ വന്ന സംഗതി എന്ത് എന്ന് ചോദിച്ചു. അതിന് അവർ, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം എന്ന് ഒരു വിശുദ്ധദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരെ അകത്തു വിളിച്ച് പാർപ്പിച്ചു. പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടുകൂടെ പോയി. പിതാവേ, ഈ അധ്യായത്തിൽ ഈ വായിച്ച വാക്യത്തിനായി സ്തോത്രം. ഇതിനെ അനുഗ്രഹിച്ച് ഞങ്ങളോട് സംസാരിക്കണം. തിരുനാമത്തെ ഇതിലൂടെ ഉയർത്തണം, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ലോർഡ്. 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ 8 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു സെഷനും കൂടെ കൊണ്ട് ഇത് നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. Let's turn our attention to Acts chapter 10 verses 9 onwards. We've already studied from 1 to 8 and I would like to conclude this passage by this week, but let us wait for the anointing of the Holy Spirit. 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ കൊർന്നല്യോസിന്റെ ദർശനത്തെക്കുറിച്ചായിരുന്നു നാം വായിപ്പാനായിട്ടും പഠിക്കുവാൻ ഇവിടെ. We already studied about the vision of Cornelius from Acts chapter 10 verses 1 to 8. 9 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ ദർശനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. And from verses 9 onwards we see the vision of Peter. നമുക്കറിയാം, സുവിശേഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന അനുഭവം യഹൂദന്മാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചാപ്റ്റർ 2 മുതൽ ഉള്ള വാക്യങ്ങളിൽ ചാപ്റ്റർ 2 തൊട്ട് നമുക്ക് പഠിക്കുവാനായി കഴിയുന്നത്. And we understand that the experience of Pentecost has been very much felt among the Jews from verses 2 onwards. അന്ന് മുതൽ യെരുശലേമിൽ നിന്ന് യഹൂദിയയിലേക്ക് പെന്തക്കോസ്റ്റ് എത്തുന്നതിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വ്യാപിക്കുന്നതിൻ്റെ ചരിത്രമാണ് തുടർന്ന് നമുക്ക് കാണുവാനായി കഴിയും. And we see how the experience of Pentecost is being spread from Jerusalem to Judah in these verses. യഹൂദയിൽ നിന്ന് ശമര്യയിലേക്ക് പ്രവേശിച്ചെങ്കിലും വേണ്ട തരത്തിലുള്ള ശക്തമായ പ്രവർത്തനങ്ങളൊന്നും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവിടെ
കാണാൻ കഴിയുന്നില്ലെങ്കിലും അടുത്തൊരു തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നയിക്കുന്നതാണ് 10-ാം അധ്യായം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. And we see that there is a transitioning of this experience of Pentecost from Judah to Samaria, but there is no evident revelations there, but we see that this is the beginning from verses 9 onwards. അപ്പോൾ 1 മുതൽ 9 വരെ സുവിശേഷം അല്ലെങ്കിൽ പെന്തക്കോസ്റ്റിന്റെ അനുഭവം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ യഹൂദന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. And now we see that this is a time when the Jews are getting to know the experience of Pentecost, and this is the time when they are reigning. എന്നാൽ ഈ ജാതികളിലേക്ക് ഈ സുവിശേഷം പരക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ ആലോചനയായിരുന്നു. But it was a powerful promise of the Lord that this experience of Pentecost has to reach to the Gentiles too. യഹൂദന്മാർക്ക് ജാതികൾ എന്ന് കേട്ടാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. And Jews did not like the Gentiles, and they did not have a good feeling towards them. ഒരു കമന്ററി എഴുതിയിരിക്കുന്നത് യഹൂദന്മാർ അവരെ ഗാർബേജ് ആയിട്ടാണ് കണ്ടിരിക്കുന്നതെന്ന്. And there is a commentary which says that Jews would consider the Gentiles as garbage. അന്യോന്യം സംസാരിപ്പാൻ പോലും ഇടപഴകുവാൻ പോലും ആഗ്രഹമില്ലാത്ത ഒരു കാലഘട്ടം. And it was a time when they did not want to have any communication between each other. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വ്യാപനം സംഭവിക്കണമെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. And in order for the power of the Holy Spirit to be spread among this people, this force has to be broken. അതുകൊണ്ടാണ് പൗലോസിന്റെ പ്രവർത്തനങ്ങൾ 8 അധ്യായങ്ങൾ അല്ലെ 9-ാം അധ്യായത്തിൽ വരെയൊക്കെ വന്നതിന് ശേഷം പത്രോസിനെ ദൈവം വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഒരു അത്ഭുത ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ ഒരുക്കുന്ന രംഗമാണ് കാണുന്നത്. And so here we see in chapter 10 that this is a time when Peter is being anointed for a wonderful ministry from Jesus Christ. എനിക്ക് വളരെ സന്തോഷമുണ്ട് പത്രോസിനെ തന്നെ കർത്താവ് ഇതിനായി തിരഞ്ഞെടുത്തതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. And I'm glad that God wanted to use Peter itself for this mission. പലപ്പോഴും നമ്മൾ എവിടെ വെച്ച് അവസാനിച്ച് ഇനി മതി എന്ന് ചിന്തിക്കുന്നോ അവിടെ നിർത്താൻ ദൈവം തയ്യാറല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അടുത്ത തലത്തിലേക്ക് മാറ്റാൻ ചില ആമേൻ ദൈവിക ആലോചനകളെ നമുക്ക് നൽകി തരുവാനിടയായി തീരും. Sometimes God gives us certain visions and gives us certain promises when he does not want us to stop at one point. അതൊരു മനുഷ്യൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. And if a person explains that to us, we will not be able to understand. അതൊരു ലീഡർ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. And even if it is from a leader, it might be hard for us to ചിലപ്പോൾ ഒരു understand. ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അനുസരിക്കാൻ തയ്യാറാകത്തില്ല. And sometimes even if it is an angel who speaks to us, we might not be ready to obey it. അതുകൊണ്ട് ദൈവം അവനെ ആത്മവിവശതയിലാക്കി ദർശനത്തിലൂടെ അവനോട് സംസാരിപ്പാനായിട്ട്. And because of this reason, God had to put him to a trance and speak to him through a vision. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ. To the children of God who are present here, let me remind you. നമ്മുടെ കുഞ്ഞുങ്ങൾ വാക്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, I know the plans, നിങ്ങളെ കുറിച്ചുള്ള പ്ലാനുകൾ എനിക്കറിയാം, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന ദൈവമുണ്ട് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കേൾപ്പാനായിട്ട്. And in the scripture we heard our children proclaim that the plans that God has for us is for good and it is not for bad at any time. ദൈവത്തിന്റെ മനസ്സറിയുന്ന ഭക്തന്മാരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. And God wants us to be the people of God who is able to understand the heart of God. എവിടെ നാം എപ്പോൾ വരെ ആയിരിക്കണം, എപ്പോൾ തുടങ്ങി എവിടേക്ക് പോകണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ദൈവദർശനത്തിൽ അധിഷ്ഠിതമായ ദൈവാത്മാവിന്റെ ശക്തമായ പ്രേരണയിൽ അധിഷ്ഠിതമായ ഒരു ശുശ്രൂഷ, ഒരു ജീവിതം നമുക്ക് കാഴ്ചവെപ്പാൻ ദൈവമിടയായി തീരും. And God wants us to receive the vision and the promise, and what God wants us to do is to know what he expects us to be, and where we have to be according to his ചില will. ആഴ്ചകൾക്ക് മുമ്പ് എന്തുകൊണ്ടാണ് പത്രോസിന് ഇങ്ങനെ ഒരു ദർശനത്തിന്റെ ആവശ്യകത എന്ന് ഒരു ചോദ്യം ചോദിച്ച് ചില പോയിന്റുകൾ നാം പറയുവാനായിട്ട്. A couple of weeks before we thought about the reason why Peter needed this vision and what are the reasons for it. We explained that. പത്രോസിന്റെ ആരംഭകാല ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കടന്നുപോയി. And when we talk about his history, അവന്റെ എടുത്തിയാട്ടങ്ങളൊക്കെ നമ്മൾ അന്ന് പഠിക്കുവാനിടയായി. and we know about all his shortcomings. ആമേൻ. എന്നാൽ അവിടെ നിന്നെല്ലാം പത്രോസിനെ മാറ്റിമറിച്ചു കൊണ്ടുവരുന്ന ഒരു ദർശനമായി ഇത് മാറുവാനായിട്ടിടയായി. And from all those places we see that this vision is a time when Peter is being transformed to a different realm. ആമേൻ. നമുക്കറിയാം യേശു കർത്താവിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ പത്രോസിന്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം അവൻ യേശുവിനെ തള്ളി പറയുവാനായിട്ട്. And we know
know regarding the death of Jesus Christ, we know that Peter was the person who denied Jesus 3 അതിനു times. മുമ്പ് ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ അവനൊരു ചോദ്യം ചോദിക്കും, ഞങ്ങളിൽ വലിയവനാരാ? And even when he was among the disciples, he asked this question to Jesus, who among us is big? നമുക്കറിയാം, യേശു ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച് കാണിച്ചിട്ട് അവരോട് ഒരു ഉപമ പോലെ അവരോട് തർക്കിച്ച് ശക്തമായി ദൂത് കൊടുക്കുന്നത് കാണുവാനായി And കഴിയുന്നു. there we see how Jesus explains to him using the example of a child and explains to him who is the bigger one in the kingdom of God. രണ്ടാമത് നമ്മൾ പഠിച്ചു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, പത്രോസേ, നീ ഒട്ടും ആളാകണ്ട, സാത്താൻ നിന്നെ പതിരുപോലെ പറ്റിക്കളയാൻ ശ്രമിച്ച രംഗത്ത് ഞാൻ അവൻ അനുവാദം കൊടുത്തില്ല എന്നൊരു രംഗം നമ്മൾ വായിപ്പാനിടയായി. And we also read about a season when Jesus tells Peter that Satan had asked authority from him to destroy him like a sift of wheat. അന്ന് നമ്മൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുവാനിടയായി, നമ്മൾ വെറും പതിരായിരിക്കും, പക്ഷെ ഒരു കാറ്റിനും നമ്മളെ പറത്തിക്കളയാൻ പറ്റത്തില്ല. കാരണം ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന ദൈവത്തിന്റെ ആലോചനയായിരുന്നു. And that day we concluded that even though we are weakless, the Lord is there with us and he protects us and nothing will happen to us without his knowledge. പിന്നീട് അടുത്തൊരു രംഗത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ചു നോക്കാം. Now let's get into a different scenario. ആമേൻ. മത്തായി 17-ാം അധ്യായത്തിൽ വരുമ്പോൾ ആമേൻ, കർത്താവ് ആമേൻ തന്റെ സഹോദരന്മാരെയും കൂട്ടി ആമേൻ മറുരൂപമലയിലേക്ക് പോകുമ്പോൾ അവിടെ ആമേൻ പത്രോസും കൂട്ടരും പറയുന്ന ഒരു രംഗമുണ്ട്, കർത്താവേ, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന് എന്ന് പറയുന്ന ഒരു രംഗം. And here we see in Matthew chapter 17 during the transfiguration, that scenario, you see that Peter tells Jesus that if it is your wish, I can make 3 tabernacles, one for you, one for Moses and one for Elijah. നല്ല സുഖമാ ദൈവദാസന്മാരോട് കൂടെ അവിടെ ഇരിപ്പാൻ. It is going to be a good experience to be with the servant of the Lord's there. നല്ല അനുഗ്രഹമാ അവരോട് കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങൾ. And it is also going to be a blessing to be with the servants of the Lord. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളണം, But there is one thing you have to remember. അവിടെ ഇരുന്ന് ആമേൻ സമയം ചെലവഴിച്ച് കളയാനുള്ളതല്ല എന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അതിനപ്പുറത്തേക്ക് ഒരു ശുശ്രൂഷയ്ക്കായി ദൈവം അവനെ നിയോഗിച്ചിട്ടുണ്ടെന്നും തന്റെ ദാസന്മാരെ നിയോഗിച്ചിട്ടുണ്ടെന്നും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്നും അവിടെ നിന്ന് പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരികയാണ്. And here the Lord of the heavens know that he should not be confined there and that he has a ministry by much beyond that, and he reminds him about that in that incident. ആ അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ ആമേൻ യേശു കർത്താവ് ഒരു മറുപടിയും പറയുന്നില്ല. And here we see in Matthew chapter 17 verses 5, Jesus is not replying back to him. പക്ഷേ വചനം ഇങ്ങനെ പറയുന്നു, But the Bible says, സ്വർഗം തുറന്നൊരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നുള്ള ശബ്ദം. And but here we see that the heavens open and there is a response that he receives, that he is my well beloved son and you have to listen to him. Praise the Lord. Amen. അതിനുശേഷം ആ 3 പ്രാവശ്യം തള്ളി പറയുന്നതുമൊക്കെ. And it is after that that he betrays Jesus 3 times. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ But ദൈവമക്കളെ. let me remind you one thing, children of God. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When we come to John chapter 21, അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, and when we read from verses 15 onwards, ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് ആമേൻ യേശു കർത്താവ് ആമേൻ പത്രോസിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. and once Jesus is resurrected, he asks certain questions to Peter. സ്കോളേഴ്സ് അതിനെക്കുറിച്ച് പറയുന്നത് പത്രോസിനെ റീകമ്മീഷൻ ചെയ്യുന്ന സമയമായിരുന്നു അതെന്ന്. And scholars say that that is a time when Peter is being recommissioned by Jesus. പത്രോസിന്റെ കൺവേർഷൻ തൊട്ട് ഈ നിമിഷം വരെ സംഭവിച്ചതിനെ ഒറ്റ നിൽപ്പിൽ നിർത്തി 3 ചോദ്യങ്ങളിൽ നിർത്തി അവനെ റീകമ്മീഷൻ ചെയ്ത് അയക്കുകയായിരുന്നു സ്വർഗത്തിലെ ദൈവം. And that ordination that Peter receives, it is being confined to 3 main questions, and he is being recommissioned and being sent for his mission again. അവന്റെ ജീവിതത്തിൽ ഉണ്ടായ സകല ജയ പരാജയങ്ങളിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിലേക്ക് അവനെ മടക്കി വരുത്തുക എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു അന്ന് സ്വർഗത്തിലെ ദൈവം അവിടെ orchestrate ചെയ്തത്. And here the mission of Jesus was to make him understand his failures and his weaknesses and his victories, and to recommission him for the mission that the Lord had called him for. അവന്റെ ജീവിതത്തിലെ ജയവും പരാജയത്തിലും
ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. And even in between his failures and his successes, Jesus had a plan for him. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. And today, let me tell you one thing, children of God. നിന്റെ ജയത്തിൽ ഒത്തിരി പേർ നിന്നെ ആശംസിച്ചിരിക്കും. And when you are in your time of victory, many people might come and applaud നിന്റെ you. പരാജയത്തിൽ നിന്നെ അവർ മറന്നും അവർ നിന്നെ പരിഹസിച്ചും പോയെന്നിരിക്കും. And maybe during the time of your failure, they might not remember you, or they will just keep you away. അതിലൂടെ നിങ്ങൾ കടന്നുപോയവരായിരിക്കാം. And many of us might have faced that situation. ഇപ്പോൾ അതുപോലെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ And if there is any person who is going through such a situation ഇന്ന് പകൽ now, ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം. let me remind you a message. നിന്റെ ജയത്തെയും പരാജയത്തെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മേൽ ഒരു കൃപ വ്യാപരിപ്പാൻ ഇന്ന് പകൽ സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. And there is a God who knows your victories and your failures, and he wants to give you the grace to overcome any of it. കാരണം എന്തെന്നറിയാമോ? And do you know the reason for it? നിന്നെ ദൈവത്തിന് എവിടെല്ലാം എങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ കഴിയുമെന്ന് അറിയാവുന്ന ഒരുവനുണ്ട്. അവൻ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. The reason for it is that there is a person who knows where you can be used and where you cannot be used, and he wants to defeat you. അതുകൊണ്ട് അതിനെ ജയിക്കേണ്ടത് ഒരു ദൈവപൈതലിന്റെ ആമേൻ ആവശ്യകതയായതുകൊണ്ട് അകൃപയ്ക്ക് അപേക്ഷിപ്പാനിടയായി തീരും. And so it is our need to win over it, and for that we need the grace, and we should request God to give us that grace. നമ്മുടെ ജയപരാജയങ്ങൾ കൊണ്ടൊതുങ്ങാനല്ല. And we should not be confined to our success and our failure. അല്ല, അതിനപ്പുറം ദൈവത്തിന്റെ പദ്ധതിക്കായി സമർപ്പിപ്പാൻ ദൈവാത്മാവ് ആലോചന And the തരികയാണ്. Holy Spirit is reminding us that we have to submit ourselves to the grace of the Lord, that he will work for us. ആർക്കും ഒതുക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമല്ല നിന്റേത്. And your prayer life cannot be confined by any person. ആർക്കും ഒതുക്കാൻ കഴിയുന്ന ഒരു കൃപാവരമല്ല നിന്നിലുള്ളത്. And the gift of the Holy Spirit that God has given you, no man can confine it. ആർക്കും ഒതുക്കാൻ കഴിയുന്ന ഒരു ദർശനമല്ല നിന്നെ കുറിച്ചുള്ളത്. And the vision that God has given you cannot be confined by any person. ആർക്കും ഒതുക്കാൻ കഴിയുന്ന തകർക്കാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയല്ല നിനക്കുള്ളത്. And the ministry that God has given you, no man can defeat it or confine ഇതുവരെ it. കണ്ട ജയപരാജയങ്ങൾ കൊണ്ടൊതുങ്ങാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. And God does not want you to be confined to the weaknesses and the strength that God has given you until now. ശക്തിയോടെ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. We have to stand up strong. ഒരു റീകമ്മീഷന് വേണ്ടി ദൈവത്തിൽ സമർപ്പിക്കണം. And we have to surrender ourselves for a recommission from the ഇന്ന് Lord. പകൽ സ്വർഗ്ഗം അത് ചെയ്യാൻ തയ്യാറാണ്. And today morning the Lord is ready to do that for us. ഞാൻ ഒരു ഫെയിലിയർ ആണെന്ന് വിചാരിക്കരുത്. You should not think that you are a failure. എന്റെ കഴിവുകൾ നഷ്ടപ്പെട്ടു പോയി എന്ന് You വിചാരിക്കരുത്. should not think that all the talents I have is no more. എന്നിലുള്ള ആത്മാവിന്റെ ശക്തിക്ക് കുറവ് വന്നെന്ന് വിചാരിക്കരുത്. You should not think that the power of the Holy Spirit in you has come ഏതെങ്കിലും down. ഒന്ന് ചെയ്തത് കൊണ്ട് ഒതുങ്ങാനല്ല. You should not be confined to the one thing that you do. ഒരു പ്രാർത്ഥന കൊണ്ട് രോഗി സൗഖ്യമായത് കൊണ്ട് ഒതുങ്ങാനല്ല. And you should not be confined to the one healing that God made you do. ഒരു പ്രസംഗത്തിൽ നല്ല പ്രസംഗം എന്ന് പറഞ്ഞത് കൊണ്ട് ഒതുങ്ങാനല്ല. And you should not be confined to the one message that you gave. സൺഡേ സ്കൂൾ പഠിപ്പിച്ചത് കൊണ്ട് ഒതുങ്ങാനല്ല. And you should not be confined to just teaching a Sunday school. ഒരു യൂത്ത് ലീഡർ ആയതുകൊണ്ട് ഒതുങ്ങാനല്ല. You should not be confined to being a youth ഒരു leader. പാട്ട് പാടിയത് കൊണ്ട് ഒതുങ്ങാനല്ല. You should not be confined to being a singer. അതിനപ്പുറം ഒരു ശുശ്രൂഷ ദൈവം നിനക്കായി വേർതിരിച്ചിട്ടുണ്ട്. Because the Lord has assigned a different ministry for you. അതിനുവേണ്ടി ഒരുങ്ങാൻ ദൈവാത്മാവ് ആലോചന And തരികയാണ്. the Holy Spirit is reminding you to be ready for that ഇന്ന് ministry. പകൽ എത്ര പേർക്ക് അതിനായി കഴിയും? And today, how many of us are ready for it? ദൈവത്തിന്റെ പ്രവൃത്തിക്കായി സമ്മതമോ മൂളാൻ തയ്യാറാണോ? Are you ready to say yes to the work of the Lord in your life? ദൈവത്തിന്റെ കരത്തിൽ പിടിക്കാൻ നീ സമ്മതമുള്ളവനാണോ? Are you ready to catch the hand of the Lord and move അവൻ forward? നിന്നെ റീകമ്മീഷൻ ചെയ്യും. And in that case, the Lord will recommission you. മൂന്ന് ചോദ്യം. There were just 3 questions. പത്രോസേ, നീ ഇവരിലധികമായി എന്നെ Peter, സ്നേഹിക്കുന്നു. do you love me more than any of them? പത്രോസേ, നീ ഇവരിലധികമായി എന്നെ Peter, സ്നേഹിക്കുന്നു. do you love me more than any of them? ആദ്യത്തെ ചോദ്യത്തിൽ ആമേൻ ഒരു നിശ്ചയമായ മറുപടി അവനില്ല. And for this first question, Peter did not have a very certain answer. രണ്ടാമതൊരു നിബന്ധനയിലൂടെയുള്ള ചോദ്യമാണ്. ഞാൻ അവിടെ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. And next is a question that has a condition to it. യെസ്, മൂന്നാമത്തേത് അവൻ അറിയാം ഇനി ഒന്നും ചോദിക്കാൻ ഇല്ല
അനുഗമിക്കാനേ പറ്റത്തുള്ളൂ. And for the third question, Peter knew that there is nothing else that he can answer than to just follow Jesus. അവൻ ഒരു തീരുമാനമെടുത്തു. And then he made a decision. കർത്താവേ, ഞാൻ ഇനി നിന്നെ അനുഗമിക്കും. Lord, I am going to follow you. ഒത്തിരി കാര്യത്തിലേക്ക് കടക്കുന്നില്ല, പക്ഷേ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യട്ടെ ആ ഭാഗം. Let me conclude it here. അത് കഴിഞ്ഞ് ഒരു പരാജയവും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. And we see that after that, there is no failure that happened in his life. Praise the Lord. Amen. റീകമ്മീഷൻ പ്രാപിച്ചു കഴിഞ്ഞ പത്രോസ് പിന്നെ ആള് മാറിയവനായി മാറി. And when this Peter was able to receive that recommissioning, he became a different person. എന്തിനായിരുന്നു ആ റീകമ്മീഷൻ? What was the need for that recommissioning? ദൈവത്തിന് അവനെ ശക്തമായി ഉപയോഗിക്കണം. Because the Lord wanted to use him mightily. ഇനി നിന്റെ പുറകെ വന്ന് തിരുത്തി തരാൻ ആരുമില്ല. And now there is no one to come and correct you all the time. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിപ്പാൻ പറഞ്ഞു. And he tells him that you have to tarry for the Holy Spirit. കാര്യസ്ഥൻ ഇനി വന്ന് നിന്നെ കൈകാര്യം ചെയ്യും. And there is going to be a man who is going to come and commission you. കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് വന്ന് നിന്നെ കൈകാര്യം ചെയ്യുവാനായിട്ടിടയായി. And there is going to be an anointed one who is going to come and commission you. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. And then the Holy Spirit will come on you. നീ ശക്തി പ്രാപിക്കും. And then you will receive the power. നീ യെരൂശലേമിൽ പോകും. And then you will go to Jerusalem. യഹൂദയിൽ പോകും. And then you will go to Judah. ശമര്യയിൽ പോകും. And then you will go to Samaria. നീ ലോകത്തിന്റെ എല്ലാ അറ്റങ്ങളിലേക്കും പോകും. And then you will go to the ends of the earth. ഇന്ന് പകൽ ദൈവസഭയിലിരിക്കുന്ന ദൈവമക്കളെ, O children of God who are present ഇനി here. ആ കൗൺസിലർ കാര്യസ്ഥൻ വന്ന് നിന്നെ കൈകാര്യം ചെയ്യും. And now that counselor will come and take care of you. നീ അവന്റെ മുമ്പിൽ മുട്ടുമടക്കിയേ പറ്റത്തുള്ളൂ. But you have to bow down before him. പിന്നെ കർത്താവ് പറഞ്ഞതെല്ലാം അവൻ ചെയ്തു. And then he did everything what Jesus commanded കാത്തിരിക്കാൻ him to പറഞ്ഞു, do. അവൻ കാത്തിരുന്നു. And Jesus asked him to tarry and he was ready to do that. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറഞ്ഞു, പ്രാപിച്ചു. And he was asked to receive the Holy Spirit and he received that. പ്രസംഗിക്കാൻ പറഞ്ഞു, ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. And he was asked to preach and in his one preaching there were 3000 people who were saved. ബന്ധനങ്ങളെ അഴിക്കാൻ പറഞ്ഞു, അതങ്ങനെ തന്നെ സംഭവിച്ചു. And many bonds were broken because of him. ശമര്യയിലേക്ക് പോകാൻ പറഞ്ഞു. And then he was asked to go to അവൻ Samaria. അതുപോലെ ചെയ്തു. And he obeyed There it. is no confusion. There was no confusion. ആരോടും ചോദിക്കണ്ട. He did not want to ask ഇത് ശരിയോ anyone. തെറ്റോ എന്ന് നീ വിചാരിക്കരുത്. You should not think whether it is right or wrong. പറഞ്ഞതുപോലെ ചെയ്തോ. What is asked of you, you should do Praise the that. Lord. Amen. ഇപ്പോൾ ഇതാ ഒരു ദർശനം. And now it is a vision that he receives. എന്തിനാ ഈ ദർശനത്തിന്റെ ആവശ്യം? What is the need for this vision? ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ശുശ്രൂഷയ്ക്ക് ദൈവം പറഞ്ഞയക്കാൻ പോകും. And he is going to commission him for a ministry that he has never done യഹൂദ before. മതത്തിനും അവിടുത്തെ സംസ്കാരത്തിനും ഏറ്റവും എതിരായ ഒരു ശുശ്രൂഷയ്ക്കായി തന്നെ അയക്കാൻ പോകും. And he is going to be ordained for a ministry that is against the traditions of Judah. എല്ലാവരും ചെയ്തതിൽ നിന്ന് വിഭിന്നമായ വളരെ വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയ്ക്കായി ദൈവം And he അയക്കും. is going to be commissioned for a ministry that is contrary to everything that the others have ഒരു done. കാര്യം കൂടെ പറയാം. Let me remind you one more thing. മാനുഷിക ചിന്തയിൽ പത്രോസിന് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു ശുശ്രൂഷയ്ക്കായി ദൈവം അവനെ അയക്കാൻ പോകും. And here Peter is going to be assigned to do a ministry that he does not like to do on his own. ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ദൈവദാസന്മാർ പറയുന്നത് ഞാൻ കേട്ടു. ഇവിടുത്തെ ചെയേഴ്സ് വെറുതെ കാലിയായി ഇരിക്കരുത്. സാറ്റർഡേയിലും ഇവിടെ ദൈവജനം കടന്നു വന്ന് നിറയണം. കാരണം എന്തെന്നറിയാമോ? ഇത് ദൈവനാമത്തിന് വേണ്ടി നമ്മൾ വില കൊടുത്ത് വാങ്ങിയ, നമ്മൾ വിലയ്ക്ക് എടുത്ത സ്ഥലമായിരിക്കുകയാ. ഇത് നമ്മൾ ഒതുങ്ങിക്കൂടാൻ മാത്രമുള്ളതല്ല. അനേകർ കർത്താവിന് ഇവിടെ വന്ന് ആരാധിക്കാൻ ഒരു വ്യത്യസ്ത ശുശ്രൂഷയ്ക്കായി വ്യത്യസ്ത തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ട്രൂ ലൈറ്റ് ഫെലോഷിപ്പിനെ ഈ വരും കാലങ്ങളിൽ വരും വർഷങ്ങളിൽ നയിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ട് പ്രൈസ് യു ലോർഡ്. Amen. Hallelujah. Amen, 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 amen. Praise the Lord. Praise the Lord. Praise the Lord. പത്രോസേ, ദൈവം നിന്നെ അടുത്ത തലത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. Oh Peter, God is going to use you in a different realm. അതനുസരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. And it is going to be difficult for you to obey this. ഇനി അങ്ങോട്ട് പോയി ഇന്നയാളുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ ഒരു ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും പത്രോസ് റീതിങ്ക് ചെയ്യേണ്ട സാഹചര്യമാണ്. And even if an angel appears to him and asks him to go to a person's house, he might not do it. പക്ഷേ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകാൻ ചാൻസ് വരരുത്. But there should not be a chance for a question there. അതുകൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഒരു സ്വപ്നമല്ല കൊടുത്തേ. And so that because of that, God did not want to give him a dream.
ഒരു സ്വപ്നത്തിൽ ഒതുക്കാൻ ദൈവം തയ്യാറായില്ല. And God did not want to confine it just to a dream. സ്വപ്നം കണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വപ്നം മറന്നു പോകുമല്ലേ? And when you see a dream, the next day morning you might forget it. എന്നാൽ ഒരു സ്വപ്നം കൊണ്ട് ഒതുക്കാനല്ല ദൈവം ആഗ്രഹിച്ചു. But God did not want to confine it just to a അവൻ dream. ആത്മവിവശതയിലേക്കാക്കി. And he was sent to a state of trance. അവനെ ആത്മവിവശതയിൽ നിർത്തിയിട്ട് ദർശനത്തിലൂടെ അവനെ കാണിക്കുകയാണ്. And then he was put to a state of trance and he is given a vision. അവൻ അനുസരിച്ചേ പറ്റത്തുള്ളൂ. And he has to obey it. ആ ദർശനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. I do not have time to explain that vision. നിന്റെ വാക്കുകൾ കൊണ്ടും നിന്റെ ചിന്ത കൊണ്ടും നിന്റെ പ്രവൃത്തി കൊണ്ടും ഇതിൽ നിന്നും മാറിയിരിക്കാൻ പറ്റത്തില്ല. You do not have the right to move away through your works or your deeds or your thoughts. എന്തുകൊണ്ടൊരു പത്രോസിന് ഒരു രൂപാന്തരം അവിടെ വേണം? Why is it that Peter needed a recommissioning there? ആത്മവിവശതയിൽ അല്ലെങ്കിൽ പത്രോസ് ചിന്തിക്കുന്ന ചിന്ത എന്താണെന്നറിയാമോ? And if he was not in a trance, he might have thought something else. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് യെരൂശലേമിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള എൻ്റെ അച്ചായന്മാരെല്ലാം കൂടെ എന്നെ സെൻഡ് ഓഫ് തന്നു വിടും. അതുകൊണ്ട് എനിക്ക് ഈ പരിപാടി വേണ്ട. And then he might have thought that if I go back to Jerusalem, the people there would ask me to leave away, so I do not want to do this ministry. ഇല്ലെങ്കിൽ നിങ്ങൾ 11-ാം അധ്യായം പഠിച്ചാൽ മതി. അതിനകത്ത് എഴുതിയിട്ടുണ്ട് നീ എന്ത് അധികാരത്തോടെ ഇത് ചെയ്തെന്ന്. And if you want to get a detail about it, in chapter 11 you see it is being asked of him, with what authority have you done ഞാൻ this? കൺക്ലൂഡ് ചെയ്യുമ്പോൾ അതിന്റെ മറുപടി പറഞ്ഞു നിർത്താം. When I conclude, I will give you an answer for ഇന്ന് it. പകൽ നീ ചെയ്യുന്ന പല ശുശ്രൂഷയ്ക്കും ചോദ്യങ്ങൾ ഉണ്ടാകും. And today the ministries that you do, maybe there are many questions towards it. നിന്നെ മാറ്റി നിർത്തിയെന്നിരിക്കും, Maybe you are moved away. കളിയാക്കിയെന്നിരിക്കും. Maybe people mock at you. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, But you should remember one ദൈവം thing. ഏൽപ്പിച്ചതാണെങ്കിൽ, If God has ordained you for it, ദൈവം നിനക്ക് നിയോഗിച്ചാക്കിയതാണെങ്കിൽ, and if God has ordained you to do that നീ ministry, അത് ചെയ്ത you പതിയാവത്തുള്ളൂ. have to do that. പരിസരമല്ല വിഷയം, It is not your surroundings that ആരുണ്ട് matter. കൂടെ എന്നുള്ളതല്ല It is വിഷയം. not the people that ഈ matter. ശുശ്രൂഷയ്ക്ക് പത്രോസ് ഒറ്റയ്ക്കേ ഉള്ളൂ. And for this ministry, it is Peter alone who has to do അടുത്ത it. തലത്തിലേക്ക് സ്വർഗ്ഗം അവനെ And the ഉപയോഗിക്കുകയാണ്. heavens are going to use him in a different realm. ഇന്ന് പകൽ ചോദ്യങ്ങൾക്ക് മറുപടി ഇതിനകത്തില്ല. And so now for your questions, there is no answer here. ഇതിനൊരൊറ്റ ആൻസറേ ഉള്ളൂ. But one answer we Yes, have. അതാ ഞാൻ പോകാൻ റെഡിയാകുന്നെന്ന് പറയാം. Yes, Lord, I am ready to go. എവിടേക്ക് പോകണമെന്ന് നീ പറഞ്ഞാൽ മതി You കർത്താവേ. have to tell me where I have to go, oh ഇതെന്തിനാ Lord. ദർശനം എന്നോടൊന്ന് വ്യാഖ്യാനിച്ചാൽ മതി. Oh God, I just need the meaning of that dream that you give me. ഞാൻ അതിലേക്ക് പോകാൻ റെഡിയാ. And I am ready to walk toward ഇന്ന് it. പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന Oh ദൈവമക്കളെ, children of God who are present here, കർത്താവ് നിന്നോട് കൂടെ കാണും. the Lord will be with you. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ The കാണും. Holy Spirit will be with you. നീ തെറ്റി പോകത്തില്ല. You will not go astray. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ നടന്ന് നീ ചെയ്യേണ്ട ശുശ്രൂഷ നിന്നെ കൊണ്ട് And ചെയ്യിപ്പിക്കാനിടയാകും. the Holy Spirit will guide you and walk you through the ministry that you have to do. കർത്താവിനറിയാം നമ്മളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. So the Lord knows how He has to prepare us. എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന്. He knows how to build us. നമ്മളെ എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്ന്. He knows how to convince us. കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ എങ്ങനെ അവന് മേൽ ഒരു റെവലേഷൻ കൊടുക്കണമെന്ന്. And He knows how to give us the revelation to do things for His പ്രാപിച്ച glory. ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം I thank ചെയ്യുന്നു. the Lord for the people who have received that from the Lord. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം I ചെയ്യുകയാണ്. thank the Lord for the people who obey that ലോകത്തിൽ vision. ഒന്നിനും നിന്നെ തളർത്തു നിർത്താൻ And പറ്റത്തില്ല. nothing in this world can destroy you. യോഗ്യനല്ലെന്ന് ലോകം പറഞ്ഞാലും എന്റെ ദൈവം അയച്ചതെങ്കിൽ നീ തയ്യാറായേ മതിയാവുകയുള്ളൂ. And even if the world say that you are not the perfect one, if you are being sent, you will be able to do that. പലതും സ്ട്രേഞ്ച് ആയി തോന്നിയേക്കാം. Maybe you think that many things is strange in your sight. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചേക്കാം. Maybe you will ask the question, how will it happen? നിന്നെ തന്നെയാണോ ഇതിനായി ഉപയോഗിച്ചതെന്ന് നീ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. Maybe you will think, am I the right person to do this ministry? ഇതുവരെ കൊണ്ടുവന്ന ദൈവം ഇനിയും നടത്താൻ സർവശക്തനല്ലേ. The one who has brought you until now is willing and is ready to take you forward. ജയപരാജയത്തിൽ നിന്നോട് കൂടെ ഉണ്ടായിരുന്ന ദൈവം ഇനിയും നിന്നോട് കൂടെ ഇരിക്കത്തില്ല. And the Lord who was there with your success and your failure will continue to be with ഉയർച്ചയിലും you. താഴ്ചയിലും നിന്നോട് കൂടെ ഇരുന്ന ദൈവം നിന്നോട് കൂടെ ഇനി ഇരിക്കത്തില്ല. And the Lord who was there with your ups and your downs will continue to be with you. Praise the Lord. Amen. Praise the Lord. Praise the Lord. Hallelujah. ഒത്തിരി കാര്യങ്ങൾ പറയാൻ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ ഭാഗം നിർത്തുകയാണ്. I would like to conclude this passage here. കൊർന്നല്യോസിനെ കുറിച്ചും താൻ കണ്ട ദർശനത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ച
കർത്താവ് ദൂതനെ അവരുടെ അടുത്തേക്ക് അയച്ച് പത്രോസിൻ്റെ അടുത്തേക്ക് വേണ്ടപ്പെട്ടവരെ നിയോഗിച്ചയച്ച കൊർന്നല്യോസും ഇതെല്ലാം ഒരു ചരിത്രമാണ്. And it is a history about Cornelius who has received the vision, and Peter who has received the vision, and how angel tells him what to do. പത്രോസിനെ ശക്തമായി ഉപയോഗിച്ച ഒരു കാലഘട്ടമുണ്ട്. There was a time when Peter was used by the Lord in a very mighty form. പക്ഷേ അതിലും വ്യത്യസ്തമായ ഒരു ശക്തമേറിയ ശുശ്രൂഷയ്ക്കായി പത്രോസിനെ ദൈവം നിയോഗിക്കുക. But now the Lord is recommissioning him to do a ministry that is much different than what he has done till now. ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് ഞാൻ വരട്ടെ. Let me come to the answer to the question that we had before. എന്തിനാ ഈ ദർശനത്തിന്റെ ആവശ്യം? What is the need for this vision? ഒന്ന്, The first reason, ചിലത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ. some things have to be done by us. ചിലത് രണ്ട്, ചിലത് നമ്മളെ കൊണ്ട് ചെയ്യരുത് എന്ന് പറയാം. And second is because there are certain things that we should not be doing. തിരുവചനത്തിൽ ഒത്തിരിയിടത്ത് ദർശനങ്ങൾ കണ്ടവരെ നമുക്കറിയാം. And in the scripture we see many people who have seen visions in different scenarios. അബ്രഹാമിന്റെ ചരിത്രം മുതൽ വെളിപ്പാട് വരെ ദർശനങ്ങൾ കണ്ടവരാ. And there are many people right from Abraham's vision until Revelation who has seen visions. യോഹന്നാൻ വരെ ദർശനം കണ്ടവനാ. Until John was the person who also saw a vision. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ. But let me remind you, children of God, ദൈവത്തെയും ദൈവനാമത്തിനു വേണ്ടിയും ഇറങ്ങിയവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. you have to pray for the people who have come down and to serve the Lord in different ways. വിശേഷാൽ ശുശ്രൂഷ മുഖത്തായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. Mainly you have to pray for your loved ones who are in the mission field in different ways. മിനിസ്ട്രിയിൽ ആയിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ദൈവദാസിമാരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. You have to pray for the brothers and sisters who are in the ministry in different forms. ചെറിയൊരു ശുശ്രൂഷയാണെങ്കിലും ചെയ്യുന്നവരെ നിങ്ങൾ വഹിച്ച് പ്രാർത്ഥിക്കണം. You have to uphold these people even if it is a small ministry that they do. എന്താണെന്ന് അറിയാമോ അതിന്റെ റീസൺ? Do you know the reason for it? വചനം പറയും ദർശനമില്ലാത്തടത്ത് ജനം വഴിതെറ്റി നടക്കുകയാ. And because the scripture says that where there is no vision, people will not have the direction to be led. എത്രയോ പേർ സമർപ്പിച്ചിറങ്ങിയവർ പരിപാടി പൂട്ടിക്കെട്ടി വീട്ടിൽ കുത്തിയിരിക്കുന്നവരുണ്ടെന്നറിയാം. We know many people who have received the vision and now they are no longer in this spiritual world. ഒരു ദർശനം കിട്ടിയാൽ അവർ ശക്തി പ്രാപിക്കും. And if they receive a vision once again, they will be able to receive the power. ഇന്ന് പകൽ ഒരു ദൂതൻ ഇറങ്ങിയാൽ ചിലപ്പോൾ അവർ ധൈര്യം പ്രാപിക്കും. And if today if an angel can ascend and speak to them, they will receive the power. ആരോടും പറയാൻ കഴിയാത്ത വേദനകളുടെ നടുവിൽ മിനിസ്റ്റേഴ്സ് ആയി പോയേക്കാം. Maybe there are times when these ministers are in different scenarios that they cannot നിങ്ങളുടെ speak out. ശാരീരികവും മാനസികവും ആത്മീകവുമായ സകല വിഷയങ്ങൾക്കും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. Maybe you are a person who prays for your spiritual and your health and all that corresponds to you. പാസ്റ്ററെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസനെ ഇന്നതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്നത് വരെ ലഭിക്കുന്നത് വരെ ഇടിവിൽ നിൽക്കുന്നവരായിരിക്കും. Maybe you are a person that when someone asks you to pray for something, you will pray and intercede for it till that person receives അവരുടെ it. മാനസിക ശാരീരിക അവസ്ഥകൾ അവരാരോടും ചിലപ്പോൾ തുറന്ന് പറയാറില്ല. Maybe they will not disclose their mental and physical state to others. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. But there is one thing that you can pray for. ഒരു ദൂതനെ അയച്ചാൽ മതി കർത്താവേ. Lord, just one angel is enough to ഒരു speak to ദർശനം them. കൊടുത്താൽ മതി കർത്താവേ. Lord, just one vision is enough for them. ഒന്ന് കൈത്താങ്ങൽ കൊടുക്കണേ കർത്താവേ. Lord, give them that upholding that they need. ദൈവ ശബ്ദം ഒന്ന് കേൾപ്പിക്കണേ. Oh Lord, let them be able to hear the voice of the Lord. പോലെ ദൈവസന്നിധിയിൽ നിൽപ്പാനിടയാകും. And then they will be transformed to a different person and stand for the ഇന്ന് Lord. പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, Children of God who are present here, ദർശനത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. there is nothing that the vision cannot ചിലപ്പോൾ do. അവർക്ക് ഒരു ക്ലിയർ വാർണിംഗ് ആയിരിക്കും ദൈവം കൊടുക്കുന്നത്. Maybe it is going to be a clear warning that they receive. ചിലപ്പോൾ അവർക്ക് ഒരു പ്രോമിസസ് ആയിരിക്കും കൊടുക്കുന്നേ. Maybe it is a vision that they receive. ഒരു പ്രോമിസസ് ആയിരിക്കും ദൈവം കൊടുക്കുന്നത്. Maybe it is a promise that they receive. അവർ ചടകുടഞ്ഞ് എഴുന്നേൽപ്പാനിടയാകും. And then they will stand up for the Lord. അവർ ശക്തരായി നിൽപ്പാനിടയാകും. And then they will be strengthened for the Lord. മിനിസ്ട്രിയിൽ അവർ പുരോഗതി പ്രാപിപ്പാനിടയാകും. And then they will improve in the അവർ ministry that they are called സർക്കംസ്റ്റാൻസസിൽ നിന്ന് for. അവർ എഴുന്നേറ്റ് വരുവാനിടയാകും. And they will stand amongst all their circumstances. അവരെ പിടിച്ചു നിർത്തുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളിൽ നിന്ന് അവർ എഴുന്നേറ്റ് ശോഭിപ്പാനിടയാകും. And amongst all their problems and trials, they will stand for the Lord. നിങ്ങളുടെ ഒരു പ്രാർത്ഥന മതി.
And for that, just a prayer of yours is needed. യേശുവിൻ നാമത്തിൽ In the name of the Lord Jesus. 5 മിനിറ്റും കൂടെ ഞാൻ നിർത്തുകയാണ്. I would like to confine my message in the next 5 minutes. തുടക്കത്തിൽ ഏർലി ചർച്ച് എന്ന് പറയുന്നത് 100% ജൂവിഷ് കൈകളിലായിരുന്നു. The early church was 100% in the Jewish hands. Am I right or not? Is it right? Praise the Lord. അതിൽ ആശ്ചര്യപ്പെടാനായിട്ടൊന്നുമില്ല. And there is nothing to be astonished about it. കാരണം പെന്തക്കോസ്റ്റ് ഇറങ്ങിയത് തന്നെ അവരുടെ ഇടയിലായിരുന്നു. Because the Pentecostal experience itself came to them. പഴയ നിയമം മുതലേ യഹൂദന്മാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. From the Old Testament itself, we hear about Jews. പഴയ നിയമം എഴുതാൻ ഉപയോഗിച്ച എല്ലാ എഴുത്തുകാരും യഹൂദന്മാരായി. And all the authors that were used to write the Old Testament were also Jews. യേശുക്രിസ്തു എന്ന് പറയുന്ന നസറേയനായ യേശു യഹൂദനായിരുന്നു. And Jesus of Nazareth himself was a Jew. അതൊരു പ്രോമിസ്ഡ് മസായ ആയിട്ടാണ് വന്നതെങ്കിലും യഹൂദന്മാരായി അതിന്റെ നടുവിൽ നിന്നാണ് എഴുന്നേറ്റു. And even though he was the promised Messiah, he was also a Jew. ആദ്യത്തെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കണ്ട ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, അതിൽ കടന്നു വന്ന 3000 പേർ വിവിധ ഭാഷകൾ സംസാരിച്ചെങ്കിലും അവർ യഹൂദ റിലീജിയസ് ഫെസ്റ്റിവിന് പങ്കെടുക്കാൻ വന്ന യഹൂദന്മാരായി. And we also see in Acts chapter 2 that people who were assembled and who have received the power of the Holy Spirit in the upper room, they were also believers of Jews. അവന്റെ പല പ്രവിശ്യയിൽ നിന്ന് വന്നവരായിരുന്നു. And they came from different provinces to the ഒരു place. വിവിധ ലാംഗ്വേജ് യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. It is just that they used different languages. യഹൂദന്മാരായിരുന്നു. They were all Jews. എന്ന് വെച്ചാൽ യഹൂദന്മാരുടെ കയ്യിലായിരുന്നു പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത്. So the meaning of that is that the experience of Pentecost was with Jews. എന്നാൽ ആക്ട്സ് 9-ാം അധ്യായത്തിൽ വരുമ്പോൾ But when we come to Acts chapter 9, അതുവരെ വളരെ വ്യക്തമായി ഈ ജൂസിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം നടക്കുകയാണ്. and until then we see that the work of the Holy Spirit was very well evident among the Jews. പക്ഷേ 10-ാം അധ്യായത്തിൽ But when we come to chapter 10, ജൂവിഷ് പെന്തക്കോസ്റ്റിൽ നിന്നും ജെന്റൈൽ പെന്തക്കോസ്റ്റിലേക്ക് പരിശുദ്ധാത്മാവ് വ്യാപരിപ്പാനായി and the തുടങ്ങി. Holy Spirit has transformed this Jewish Pentecost also to the Gentiles, and that became a Gentile Pentecostal experience. പരിശുദ്ധാത്മാവ് തീരുമാനമെടുക്കുന്നു, ഇതൊരു ജൂവിഷ് പെന്തക്കോസ്റ്റിന്റെ അധീനതയിൽ പോകാനുള്ളതല്ല, ഇത് ജെന്റൈൽ പെന്തക്കോസ്റ്റിന്റെ അധീനതയിലേക്ക് മടങ്ങി വരണം, And the decision of വ്യാപരിക്കണം. the Holy Spirit was that it should no longer confine to the Jews, and it should also be Gentile Pentecost. ഒരു വാക്യം മാത്രം വായിച്ചു തന്നിരിക്കുക. Let me read a verse before we conclude. Acts chapter 10, 10-ാം അധ്യായം 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പകർന്നത് കണ്ട് വിസ്മയിച്ചു. അവിടെയാണ് വാക്കിരിക്കുന്നേ. എന്താ പറഞ്ഞേ? ആരെ പോലെ? നമ്മെ പോലെ എന്ന് പറഞ്ഞാൽ ജൂവിഷ് പീപ്പിളിനെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ അകറ്റി നിർത്താൻ പറ്റുമോ? They cannot be moved away. പരിശുദ്ധാത്മാവിന് വരെ അകറ്റി നിർത്താൻ പറ്റത്തില്ല. The Holy Spirit cannot move them away. അന്ന് മുതൽ ജാതികളുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ. And from then on, this Holy Spirit was there among the Gentiles. നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വരാനിടയായി. And then it spread to us too. ജൂവിഷ് അല്ലാത്തവരെല്ലാം ജാതികളാണ്. And all these non-Jewish people, they are all Gentiles. കൺസിഡർ ചെയ്താൽ നീ ജൂവിഷ് അല്ലയോ, നീ ജെന്റൈലാണ്. So if you are not a Jewish person, then you are a Gentile. അതാണ് വചനം പഠിപ്പിക്കുന്നത്. And that is what the scripture teaches us. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത് ഈ മക്കളോട് ഞാൻ പറയുന്നു. So if that is the case, let me remind you, children of നമ്മുടെ God. ചരിത്രം 10-ാം അധ്യായം. And it is our history that we see in chapter 10. നമ്മളെ കുറിച്ച് 10-ാം അധ്യായത്തിൽ And എഴുതിയിരിക്കുന്നത്. chapter 10 talks about us. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായ ഇവരെ എന്ന് പറഞ്ഞ് നമ്മെ കുറിച്ച് And എഴുതിയിരിക്കുകയാണ്. it says, like us, they have received the Holy Spirit. ഇതിന്റെ റീസൺ എന്താണെന്നറിയാമോ? Do you know the reason for it? പത്രോസ് പറയുന്നത്
the Peter says the reason 11-ാം അധ്യായം in chapter 11, അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. verses 15. ഞാൻ സംസാരിച്ചു. വാക്യം ബൈബിൾ മൈക്കുണ്ടോ അവിടെ? ദയവായിട്ട് അതൊന്നും എടുത്ത് വായിച്ചാട്ട്, കാരണം ലൈവ് പോകുന്നതുകൊണ്ട് അവർക്കൂടെ കേൾക്കാൻ വേണ്ടിയാ. പ്ലീസ് വായിച്ചാട്ട്. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ. കേൾക്കണേ, അവിടെ ഒരു വാക്കെന്താ? പരിശുദ്ധാത്മാവ് ആദിയിൽ ആരുടെ മേൽ? നമ്മുടെ മേൽ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ മേൽ എന്ന പോലെ ആരുടെ അടുത്ത് വന്നു? അവരുടെ മേലും വന്നു. അടുത്ത വാക്യം. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. യെസ്, കർത്താവ് എപ്പോൾ ഒരു ദൂത് പറഞ്ഞത് പത്രോസ് ഓർത്തു. And that is when Peter remembered that promise that God gave him. അതുകൊണ്ട് എന്ത് ചെയ്യണം? And because of that, what should we do? Verse 17. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുക്കും. എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ? അതുകൊണ്ട് അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? Can we all rise? ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? Let's glorify our God. ജാതികളായ നമുക്കും ഈ അനുഭവം കിട്ടിയത് ഓർത്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? Let's thank God that even though we were Gentiles, we also received this നിറം experience. ഒരു വ്യത്യാസമല്ല. Our color is not a matter. ഭാഷ ഒരു വ്യത്യസ്തമല്ല. Our language is not a matter. ആമേൻ. ആണാന്നോ പെണ്ണാന്നോ വ്യത്യാസമില്ല. Our gender is not a matter. ചെറുതോ വലുതോ എന്ന് വ്യത്യാസമില്ല. Whether you're big or small doesn't matter. ദൈവത്തെ മാനസാന്തരത്തിലൂടെ അനുഭവിച്ചറിയുന്ന ദൈവമക്കളെ, നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തെ നീ മഹത്വപ്പെടുത്തിയേ മതിയാവും. And children of God who have received the repentance of life, there is a plan that God has for you and you have to experience it. സകല മതിലുകളെയും ദൈവം ഇടിച്ചു കളഞ്ഞു. The Lord can break down all the walls that was in between us. എല്ലാ തടസ്സങ്ങളെയും സ്വർഗം മാറ്റി. And all the hindrances, the Lord has broken it. യേശു കർത്താവ് പറഞ്ഞത് പത്രോസ് ഓർത്തു. And that is when Peter remembered what Jesus told. ആ വാക്ക് അവരോട് സംസാരിച്ചു. And then he spoke that word to the people. യേശുവിന്റെ വാക്കിനെ മറുതലിപ്പാൻ എനിക്ക് കഴിയത്തില്ല. There is nothing that I can do to withstand the word of the Lord. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ജാതികളുടെ മേലും ഒരു മാനസാന്തരത്തിനായി ഉപയോഗിക്കുകയാണ്. And the Spirit of the Lord, because of this, was also used among the Gentiles for the repentance of their life. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ? How many of you have received Jesus as your personal savior in the midst? മാനസാന്തര സ്നാനം പ്രാപിച്ചവരുണ്ട്? How many of you have received that baptism of the Spirit? ഇന്ന് പകൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയേ മടങ്ങി പോകാവൂ. You have to glorify the Lord before you leave കാരണം this place. കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയ ഒരു ചാപ്റ്റർ ആയിരുന്നു ചാപ്റ്റർ 10 എന്ന് പറയുന്നത്. Because this chapter 10 is something that the Lord had prepared for you too. ആമേൻ. അതില്ലായിരുന്നെങ്കിൽ ഇതിന് നമ്മൾ യോഗ്യരാകത്തില്ല. And if it was not there, we would not have been worthy for it. ആമേൻ. സ്വർഗ്ഗം അത് പ്ലാൻ ചെയ്തെങ്കിൽ, If the heavens had planned this for us, പത്രോസിനെ ദൈവം അതിനായി ഒരുക്കിയെങ്കിൽ, and if the heavens used Peter for this mission, ശുശ്രൂഷ നമുക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. and the same ministry has been given to us. പത്രോസ് നമ്മുടെ മുമ്പിലില്ല. Today Peter is not amongst ഞാൻ us. ഇന്ന് വിളിച്ചു പറയട്ടെ, ഞാനും നിങ്ങളുമാ ഇന്നത്തെ പത്രോസുമാ. Let me remind you that you and I are today's Peter. അടുത്തടത്തേക്ക് പോകണം. You have to go to the next അടുത്തവരോട് destination. കർത്താവിന്റെ വചനം പറയണം. You have to spread the gospel to the people around സഹോദരങ്ങളോട് you. ദൈവത്തെ കുറിച്ച് പറയണം. You have to spread this love to your നിനക്ക് brothers. ദൈവം തന്നിരിക്കുന്ന ടെക്നോളജി നീ അതിനായി ഉപയോഗിക്കണം. And you should use the technology that you have for this. ഏതെല്ലാം മാറ്റേഴ്സ് നിനക്ക് അതിനായി ക്രമീകരിക്കാമോ അതെല്ലാം ഉപയോഗിക്കണം. And all the matters that you can get ready for it, you have to do റീൽസോ it. വാട്സാപ്പോ ഫേസ്ബുക്കോ കർത്താവിനെ ഉയർത്താൻ ഉപയോഗിക്കാൻ കഴിയുമോ? നീ ലോകത്തിന് വേണ്ടി ഉപയോഗിക്കരുത്, കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. And you can glorify the Lord through the social media platforms that you have. അതിലേതിലും ദൈവമഹത്വം വെളിപ്പെടട്ടെ. And through that, let the glory of the Lord be അതിനായി revealed. ദൈവസ്ഥലിൽ സമർപ്പിക്കാൻ കഴിയുമോ? Are you ready to surrender ഒരു വ്യക്തി yourself for this പോലും mission? നഷ്ടപ്പെട്ടു പോകരുത്. Not a single soul should be lost. അതിനായി കർത്താവിന്റെ സ്ഥലിൽ സമർപ്പിക്കാം. And for that, let us surrender ourselves. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. May the Lord bless us with these words. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുത്താൽ. Let's lift our hands and give glory to the Lord. Glory to Amen. God. Amen.
praise you, praise you, praise you, praise you, praise you, praise you, Lord. അങ്ങനെ വിടുവിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. Lord, I thank you for delivering me. എന്നെ രക്ഷിച്ചതിനായി നന്ദി. Lord, I thank you for saving me. എന്നെ അങ്ങയുടെ മകനാക്കി മാറ്റിയതിനായി നന്ദി. Lord, thank you for making me your son. അങ്ങയുടെ വചനത്തിലായി എനിക്ക് നന്ദി പറയുന്നു. Thank you for the word of the Lord that you've given me. കർത്താവേ, അങ്ങയുടെ വേലയ്ക്കായി എന്നെ ആക്കിയതിൽ നന്ദി. Thank you for using me for your ministry. വരവിനായി എന്നെ ഒരുക്കുന്നതിനായി നന്ദി. Thank you for making me ready for your second coming. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.